السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്. അല്ലാഹു പറയുകയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും അഥവാ ഭൂലോകത്തൊട്ടാകെ ഫസാദ് പ്രത്യക്ഷപ്പെട്ടത് ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ ചെയ്തികളെ കൊണ്ടാണ് ഭൂമിയിൽ ഫസാദ് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് അല്ലാഹു പറയുകയാണ്. എന്ത് ഫസാദാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്? ലഹറൽ ഫസാദ്, ഭൂമിയിൽ ഫസാദ് പ്രത്യക്ഷപ്പെട്ടത് ജനങ്ങളുടെ ചെയ്തി കൊണ്ടാണ് എന്ന് പറഞ്ഞ ഫസാദ്, നല്ലൊരു വിഭാഗം മുഫസ്സിരിങ്ങൾ പറയുന്നു, ഫസാദ് എന്നത് വ്യാപകാർത്ഥമാണെങ്കിലും ചില കാര്യങ്ങൾ അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഒന്ന് വിലക്കയറ്റമാണ്, സാമ്പത്തികമായ തകർച്ചയാണ്. ഇത് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് തഫ്സീറുകളിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ കറൻസിയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ആർക്കെങ്കിലും ഇത് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടോ? ദിവസവും അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ കുറച്ചു കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിന് വലിയ പൈസ ചെലവാക്കേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്. യംഹഖുല്ലാഹു റിബ, പലിശ മുതലിനെ അല്ലാഹു തആല തച്ച് കെടുത്തും, തകർത്ത് കളയും. വയുർബി സ്വദഖാത്ത്, ജനങ്ങൾക്ക് കൊടുക്കുന്ന സ്വത്ത്, ആ സ്വത്തിനെ അല്ലാഹു പോഷിപ്പിക്കും, വികസിപ്പിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്, ജനങ്ങളുടെ ചെയ്തികളെ കൊണ്ട് കരയിലും കടലിലും ഭൂലോകത്തൊട്ടാകെയും ഫസാദ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യരാണ് ഈ ഭൂമിയെ നശിപ്പിക്കുന്നത്. കായലുകൾ കയ്യേറി അവിടെ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും ഉണ്ടാക്കുന്നത്, വലിയ വലിയ ഭൂമിക്കാണിയായിട്ട് അല്ലാഹു തആല വെച്ച പർവ്വതങ്ങൾ, വൽ ജിബാല അർസാഹ, ഭൂമിക്കാണിയായിട്ടാണ് മലകളെ നമ്മൾ സ്ഥാപിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ എത്രയോ പ്രാവശ്യം പറഞ്ഞ വിഷയമാണ്. ആ മലകൾ ഇടിച്ച് അവിടെ ഫ്ലാറ്റുകൾ ഉണ്ടാക്കുകയാണ്, വയലുകൾ നികത്തി കൃഷിയിടം നശിപ്പിക്കുകയാണ്, ജലത്തിന്റെ നല്ല ഒഴുക്കിനെ തടയുന്ന രൂപത്തിൽ പുഴ കയ്യേറി അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. അന്തരീക്ഷ മലിനീകരണം, വായു മോശമായിട്ടുണ്ട്, ജനങ്ങൾക്ക് ജീവിക്കാൻ വലിയ പ്രയാസമാണ് എന്ന് അല്ലാഹു തആല ഖുർആൻ പറഞ്ഞതല്ലേ, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമി നന്നാക്കിയതിന്റെ ശേഷം ഭൂമി തകർക്കരുതേ, ഖുർആന്റെ നിർദ്ദേശമാണ്. ഭൂമി നന്നാക്കി തന്നിരിക്കുന്നു, വായു നന്നാക്കി തന്നിരിക്കുന്നു, വെള്ളം നന്നാക്കി തന്നിരിക്കുന്നു, ഇനി അത് തകർക്കരുതേ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ നാസ്, ജനങ്ങളുടെ ചെയ്തികളെ കൊണ്ടാണ് ഈ ഫസാദുകളൊക്കെ ഉണ്ടാകുന്നത്. ഇനിയിപ്പോ എലക്ഷൻ നടന്ന സമയമാണ്. പല പ്രദേശങ്ങളിലും കുടുംബങ്ങൾ രണ്ട് ഗ്രൂപ്പാണ്. അയൽവാസികൾ തമ്മിൽ കണ്ടാൽ മിണ്ടുന്നില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നത് പരിശുദ്ധ ഇസ്ലാം എന്ന ആ ഒരു ശൃംഖലയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നത്. അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ ദീന്, പരിശുദ്ധമായ മതം, ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. രാഷ്ട്രീയവും പാർട്ടിയുമൊക്കെ താൽക്കാലികമാണ്.
അതിനു വേണ്ടി എങ്ങനെയാണ് കുടുംബങ്ങൾ തെറ്റി നിൽക്കുന്നത്, അകന്നു നിൽക്കുന്നത്, കണ്ടാൽ മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ ഫിത്നത്തു നായിമത്തുൻ ലഅനല്ലാഹു മൻ ഐഖളഹാ. ഫിത്ന ഓരോ പ്രദേശത്തും ഉറങ്ങിക്കിടക്കുകയാണ്. ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്. അത് ഉണർത്തുന്നവർക്കാണ് അള്ളാഹുവിന്റെ ശാപമുള്ളത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല. അവർക്ക് പിന്നെ വിദേശത്ത് പോകാൻ കഴിയൂല. അവരുടെ പഠനം മുടങ്ങും, അവരുടെ തൊഴിൽ സാധ്യതകൾ മുടങ്ങും, അവരുടെ മുന്നോട്ടുള്ള ഗമനത്തെ തടയും. അതുകൊണ്ട് മക്കളെ നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അടിപിടി ഉള്ളോടത്തേക്ക്, ലഹളയുള്ളോടത്തേക്ക് നമ്മുടെ മക്കളെ നമ്മൾ അയക്കരുത്. പ്രിയപ്പെട്ടവരെ, ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്, അത് ഉണർത്തരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതാണ്. അള്ളാഹു നമ്മുടെ നാടിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ സമാധാനം അള്ളാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും ദീനനുസരിച്ച് ജീവിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒന്നിലധികം സഹോദരങ്ങൾ നമ്മുടെ മരണപ്പെട്ട ഉമ്മയുടെ പേരിൽ മാഷി ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ വേറൊരു സഹോദരന് സ്വതക്ക ചെയ്തിട്ടുണ്ട്. ഇന്നലെ വിദേശത്തു നിന്നൊരു സഹോദരൻ കുട്ടികൾക്ക് ഒരു ഇസ്തിരിപ്പെട്ടി കൊടുത്തയച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത ആഴ്ച വേറൊരു സഹോദരൻ ഭക്ഷണത്തിലേക്ക് അവരുടെ ഒരു പേരക്കുട്ടിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല അവർക്കൊക്കെ മുന്തിയ ജസാ നൽകുമാറാകട്ടെ. അവരുടെ സമ്പത്തിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.